ഹലോ ഹലോ, ഇത് യൂട്യൂബ് ഓഫീസാണോ? അതെ, കേരളത്തിലെ ആദ്യത്തെ യൂട്യൂബ് ഓഫീസാണ്. പറഞ്ഞോളൂ. ഞാനേ കിങ്ങിണി യൂട്യൂബിൽ നിന്ന് വിളിക്കുന്നതാണേ. ഓ പറയൂ. എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാവോ? അത് പറയാനാണോ ഇങ്ങോട്ട് വിളിച്ചേ? അയ്യോ മേഡം വെക്കല്ലേ, മേഡം തിരക്കില്ലെങ്കിൽ നമുക്ക് ഒന്നും രണ്ടും പറഞ്ഞിരുന്നാലോ? ഫോൺ. ഗ്രീഷ്മ, താൻ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ഞാനല്ല വിളിച്ചത്, അവൻ ഇങ്ങോട്ട് വിളിച്ചിട്ടാ സംസാരിച്ചിരിക്കാന്ന് പറഞ്ഞേ. അയ്യോ, സംസാരിക്കാനായിട്ടേ ഇത് യൂട്യൂബിന്റെ ഫ്രണ്ട് ഓഫീസാണ്, അല്ലാതെ ഈ ഫ്രണ്ട്ഷിപ്പ് ആപ്പ് അല്ല. അതിനെ പറ്റിയേ ഒരുപാട് കംപ്ലൈന്റ് ഉണ്ട്. നല്ല നല്ല കണ്ടന്റുകൾ ചെയ്യുന്നവർക്ക് അപ്പൊ തന്നെ പൈസ ഇട്ട് കൊടുക്കണം. ഈ അമേരിക്കയിൽ ഇരിക്കുന്ന സായിപ്പേ എന്നെ വിളിച്ച് തെറി പറയുമ്പോ തിരിച്ചു പറയാനായിട്ട് എനിക്ക് മറുപടി ഇല്ല. അല്ലാതെ ഇംഗ്ലീഷ് പറയാൻ അറിയാനിട്ടല്ല. അത് പറയാൻ വേണ്ടിയല്ല തന്നെ ഇവിടെ വിളിച്ചിരിക്കുന്നത്. അല്ലാതെ പിന്നെ എന്നെ മലയാളത്തിൽ തെറി വിളിക്കാനാണല്ലോ. അയ്യോ, അമേരിക്കൻ സായിപ്പ് വിളിക്കുന്നുണ്ട്. സാറേ, Hello, Mr. Nelson. How are you? How is it? My God, ഓക്കെ സാർ. ഒരു സന്തോഷ വാർത്തയുണ്ട്. കൂടുതൽ മറ്റേ ഫോളോവേഴ്സ് ഉള്ള നമ്മുടെ ഫിറോസ് വട്ടപ്പാറയില്ലേ, അദ്ദേഹത്തിനും കുടുംബത്തിനും അമേരിക്കയ്ക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട്. വിളിച്ചു പറ. ഹലോ, ഫിറോസ് സാർ അല്ലേ? ആ, സാറിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു. ടിക്കറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ വേറൊരു കാര്യം ഓർത്തത്. നമ്മുടെ പഴയ സ്റ്റാഫ് മറ്റേ ബെന്നി ഇല്ലേ, അവന് ഞാൻ ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്തിന്? അവന് ഭയങ്കര ഫോളോവേഴ്സ് അല്ലേ. അതിന് അവന് യൂട്യൂബ് ചാനൽ ഇല്ലല്ലോ. അല്ലല്ല, അവൻ മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാത്ത കാരണം ഒരുപാട് പേര് അവന്റെ ഫോളോ ചെയ്യുന്നു. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് ഓർത്തിട്ടാ. അയ്യോ സാറേ, രാജേഷ് 1K കേറി. എന്നാ യൂട്ടേൺ അടിച്ച് തിരിച്ചു വരാൻ പറ. ഇത് 1K കേറിയതല്ല, 1K കേറിയെന്നാ സാറേ പറഞ്ഞത്. ഇനിയിപ്പോ അവന് പൈസ കൊടുക്കണ്ടേ? ഫണ്ടിരിപ്പില്ല, അതെടുത്ത് കൊടുക്ക്. ഇല്ല, ഫണ്ട് അയച്ചു തന്നിട്ടില്ല സാഹിബ്. അന്ന് ഒരു കാര്യം ചെയ്, അവനെ നമുക്ക് ബ്ലോക്ക് ചെയ്തേക്ക്. അത്രേ ഉള്ളു കാര്യം. Excuse me, madam. Yes, sir. What is your name? How can I help you? Tell me. Please tell me. നമസ്കാരം പെങ്ങളെ. നമസ്കാരം അളിയ. ഞങ്ങൾ എന്ത് ഹെൽപ്പാണ് ചെയ്യേണ്ടത്? എനിക്ക് ബട്ടൺ വേണം. ഇത് ഇറച്ചിക്കടയല്ല. അതല്ല, എനിക്ക് ബട്ടൺ വേണം. അത് നല്ല ഒന്നാമതൊരു ഷർട്ട് മേടിച്ചിട്ടാ മതി. ബട്ടൺ ഇല്ലെന്ന്, എനിക്ക് സിൽവർ ബട്ടൺ വേണം. നിങ്ങളിങ്ങനെ കീചകോദം കളിക്കാതെ എനിക്ക് അർഹതപ്പെട്ട സിൽവർ ബട്ടൺ താ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാ ഈ വേർതിരിവ് കാണിക്കുന്നത്? ഞങ്ങൾ എല്ലാ യൂട്യൂബേഴ്സിനെ ഒരേപോലെയാണ് കാണുന്നത്. ആണോ? അങ്ങനെയാണെങ്കിൽ ഷിഹാബ് വെട്ടിയാരും ഞാനും ഒരേ സമയത്താണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എന്നിട്ട് നിങ്ങൾ ഷിഹാബിന് കൊടുത്തല്ലോ ഈ ബെൽ ബട്ടണും സ്റ്റിക്കറും വിക്കറും ബർഗറും. എന്നിട്ട് എനിക്ക് തന്നില്ലല്ലോ ഒരു സ്റ്റിക്കറിന് പകരം ഇടാൻ ഒരു നിക്കർ പോലും. അല്ല, താങ്കളുടെ യൂട്യൂബിൽ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഈ ഷിഹാബിന്റെ വീഡിയോ മൊത്തം എന്റെ യൂട്യൂബിൽ ഇരുന്നല്ലേ കാണുന്നത്. അപ്പൊ നിനക്ക് ആ പഴം തരാടാ. അവർക്ക് റീച്ച് ഉണ്ട്. അവൻ ഈ ചീട്ടിക്ക് എന്റെ വീട്ടിൽ കൊതുകുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോ ഒരു ചെമ്പിന്റെ ബട്ടണെങ്കിലും തരായിരുന്നില്ല. ഈ റീച്ച് എന്ന് പറഞ്ഞാൽ ആൾക്കാർ കാണുന്നതിനാ പറയുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ എനിക്ക് അതല്ല പ്രശ്നം. ഈ ഷിഹാബിന്റെ വീട് എന്റെ തൊട്ട് പറ്റിയാണ്. ഞാൻ പുറത്തിറങ്ങുമ്പോ അവന്റെ ചെറിയൊരു കളിയാക്കലുണ്ട്. അതെനിക്ക് സഹിക്കൂല. ഞാൻ എപ്പോ പുറത്തിറങ്ങണെന്ന് നോക്കിയിരിക്കും അവൻ ഈ സിൽവർ ബട്ടണുമായിട്ട് വെയിലത്ത് വന്ന് നിൽക്കും. എന്തിന്? എന്റെ കണ്ണിലേക്ക് ഗ്ലെയർ അടിച്ച് എനിക്കും അവനെ ചിമ്പിളിപ്പിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ബട്ടൺ തിരിച്ചു മേടിക്കണം, അല്ലെങ്കിൽ ആ ബട്ടൺ മേടിച്ചിട്ട് ഇരിക്കാൻ. തന്റെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താ പറഞ്ഞത്? വളങ്കടി. മരുന്ന് മേടിച്ചില്ലേ? ചാനലിന്റെ പേര് വളങ്കടി. അങ്ങനെ നിന്റെ ഈസ്റ്റർ പേര് ക്രിമിനടി എന്നാണ്. നിങ്ങൾ ഈ പറയുന്നതൊക്കെ എനിക്ക് തരാതിരിക്കാനുള്ള മുട്ടാപ്പോക്കല്ലേ. ഞാൻ ഇതിനെതിരെ കംപ്ലൈന്റ് കൊടുക്കും. ഞാനൊരു കാര്യം പറയട്ടെ. പലർക്കും പല ടൈപ്പ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ട്. എനിക്ക് സാറിന്റെ ഏതാണ് ടൈപ്പ് കണ്ടന്റ് എന്ന് ഒന്ന് കാണണം. എന്താണ് സാറിന്റെ കണ്ടന്റ് ഒന്ന് എനിക്ക് കണ്ടാ മതി. ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ സംസാരിച്ചു. എന്ത് രസമാ കൊച്ചിനെ കാണാൻ. അതെ അതെ. പക്ഷെ എന്താ ഈ കൊച്ചിങ്ങനെ പോയി? അല്ല, അവള് പറഞ്ഞത് ശരിയാ. എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്റെ കണ്ടന്റ് കാണും. നാളുണ്ടാളാ നിനക്ക് മുഖത്ത് മീശമ്പ ചാണാണെന്ന് പറയാൻ. ഞാൻ കള്ളം കുടിച്ച് പല റോട്ടിലും കിടന്നിട്ടുണ്ട്. പക്ഷെ ഇന്നവരെ എന്റെ കണ്ടന്റ് ഞാൻ ആരെയും കാണിച്ചു. തനിക്ക് കാശ് കിട്ടണമെന്നുണ്ടെങ്കിൽ താൻ ആദ്യം തന്റെ കണ്ടന്റ് ഞങ്ങളെ കാണിക്കണം, എന്നിട്ട് വേണം എനിക്ക് സായിപ്പിനെ കാണിക്കാൻ.
സായിപ്പിനാ എന്റെ കണ്ടന്റ് അങ്ങനെ രാജ്യം കടത്തി വിടാൻ ഞാൻ സമ്മതിക്കൂല. അങ്ങനെ കണ്ടന്റ് കാണിച്ചിട്ടുള്ള ഇതൊന്നും എനിക്ക് വേണ്ട. എടാ, ഞാൻ അന്തസ്സായിട്ട് ജീവിക്കുന്നവനാ. 4 പശു ഉണ്ട്, അതിനെ കറന്നിട്ടാണെങ്കിലും ഞാൻ ജീവിക്കും. ഈടോ താൻ ചെയ്ത വീഡിയോസ് അത് കാണണം, അതിനാണ് കണ്ടന്റ് എന്ന് പറയുന്നത്. ആ അതായിരുന്നു. ആ അപ്പൊ നിങ്ങൾ നിർബന്ധിച്ചാ ഞാൻ ചിലപ്പോ ഈ ചാനൽ തന്നെയാണ് കട്ട് ചെയ്ത് കളഞ്ഞ. അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോസ് കണ്ടിട്ടില്ല. ഇല്ല. കാണ്, ആ ഗറില്ലകളുടെ കൂടെ നൃത്തച്ചുവടൽ വെക്കുന്ന ഞാൻ. ഇതിനകത്ത് താനേതാ ഇതിന്റെ അകത്ത്? ഇങ്ങോട്ട് നോക്കി, നാലാമത് തന്നെയാണ് ഇത്. നാലാമത് അത് താനല്ല. അല്ലല്ല, മനസ്സിലാവില്ല. ഇത് നോക്കി, മൂന്നാമത്തെ ആ പൊക്കം കുറഞ്ഞിട്ട് അതും താനല്ലെന്ന്. ഇത് മനസ്സിലാവണില്ല അല്ലേ? ഒരു കാര്യം ചെയ്യ്, സുന്ദരേശാന്ന് വിളിച്ച ചിലപ്പോ തിരിഞ്ഞു നോക്കിയാലോ? വീഡിയോയില്ല. ആവേശം കൊണ്ട് പറഞ്ഞു. പലർക്കും ഇതാണ് പ്രശ്നം, യൂട്യൂബിനെ പറ്റി ഒരു ധാരണയില്ല. സാർ ഇങ്ങനെ ബട്ടൺ വേണം എന്ന് വാശി പിടിച്ചൊരു കാര്യമില്ല. ഇതിനൊക്കെ ഓരോ സ്റ്റെപ്സ് ഉണ്ട്. 4 ആയാലും വാച്ച് അവർ വേണം. മനസാക്ഷി ഉണ്ടോ നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടോ? എന്താണ് ഈ 4000 വാച്ചർമാരെ ഞാൻ എങ്ങനെ കൊണ്ടുവന്ന് കാണിക്കും? പിന്നെ എനിക്ക് ആകെ അറിയാവുന്ന ഒരു മാവച്ചനാണ്. അവനാണെങ്കിൽ ഇവിടെ അടുത്ത് ആ മറ്റേ ATM കൗണ്ടറിന്റെ അവിടെ വാച്ചറായിട്ട് ഇപ്പൊ ഉണ്ട്. അവന് വേണമെങ്കിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഞാനിവിടെ വരാം. പക്ഷെ എനിക്ക് സിൽവർ ബട്ടൺ കിട്ടണം. എടോ മണിക്കൂർ കാണണമെന്ന്. പിന്നെ കുടുംബത്തുകാർ ആരും കാണില്ല, പിന്നല്ലേ മണിപ്പൂരുള്ളത്. എല്ലാരും കാണണമെന്നുണ്ടെങ്കിൽ വൈറലായിട്ടുള്ള വീഡിയോ വേണം. വൈറലായിട്ട് ഞാൻ ആദ്യമായിട്ട് വീഡിയോ എന്റെ വൈറലായിരുന്നില്ലേ? അതേത് വീഡിയോ? അനിയനായിരുന്നു അതിന്റെ കാരണക്കാരൻ. അങ്ങനെയാണ് അതിന്റെ തുടക്കം പോണത്. ഒരു ദിവസം ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് വിശന്ന് വന്നിട്ട് വീട്ടിലേക്ക് വരികയാണ്. പക്ഷെ ചോറില്ല, അവിടെ അമ്മനെയും കാണാനില്ല. അപ്പൊ ആ വിശപ്പിന്റെ പ്രാളത്തിൽ ഞാൻ അമ്മനെ വിളിച്ച് കരഞ്ഞ്, ഇത് അനിയന്റെ അടുത്ത് അങ്ങോട്ട് വീഡിയോ ആക്കി. എന്നിട്ട് വിശപ്പിന്റെ നിലവിളി എന്ന് പറഞ്ഞിട്ട് ക്യാപ്ഷൻ ഇട്ട് കൊടുത്ത്. എന്നെ പുറത്തിറങ്ങി ഇറക്കാൻ പറ്റുന്നില്ല. കാണുന്നവരൊക്കെ വിളിച്ചോണ്ട് പോയിട്ട് ചോറ് മേടിച്ചു. സാറത് കണ്ടായിരുന്ന? ഇല്ല. നന്നായി, അല്ലെങ്കിൽ എനിക്ക് ബിരിയാണി മേടിച്ചു തന്നാലും. എനിക്ക് സിൽവർ ബട്ടൺ സിൽവർ ബട്ടൺ തരാൻ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ? ആരുടെ കുഴപ്പം? ഈ കേരളത്തിൽ നിങ്ങൾ ഈ തുടങ്ങിയതിന്റെ കുഴപ്പമില്ല. ഇത് തുടങ്ങിയത് എന്താ വിഷയം? എന്നെ പലരും വിളിച്ചിട്ട് ചോദിക്കണ്ട്, നിങ്ങളുടെ ചാനൽ തുറന്നു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റണില്ല എന്ന്. അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. നിങ്ങള് വളങ്കടി എടുക്ക്, അത് പുഴുകടിയല്ലേ മാറ്. വളങ്കടി എടുക്ക്, ചാനൽ എടുക്ക്, നോക്ക്. സബ്സ്ക്രൈബ് ആയല്ലോ. ഇതിലും ആയല്ല. രണ്ടിലായി. പിന്നെ അയ്യോ, അങ്ങനെ 2 സബ്സ്ക്രൈബറായി. ഇനിയെങ്കിലും എനിക്ക് സിൽവർ ഓട്ടം തന്നൂടെ? എനിക്ക് സിൽവർ ഓട്ടം താ, അത് തരാതെ ഞാൻ ഇവിടുന്ന് പോകൂല. സാറിന് കണ്ടന്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും നിർത്തിക്കേ, കണ്ടന്റ് ഇഞ്ചി വീട്. എനിക്ക് സിൽവർ ഓട്ടം കിട്ടിയിട്ട് പുറത്തു കൊണ്ടുപോയി വിൽക്കാനോ അല്ലെങ്കിൽ അലമാരിക്കകത്ത് വെക്കാനോ അല്ല. എനിക്ക് അവന്റെ മുന്നിൽ ചെന്നിട്ട് അവനെ 2 പ്രാവശ്യം ഇങ്ങനെ ചമ്പിപ്പിക്കണം, അത്രേ ഉള്ളൂ. ഞങ്ങൾക്കൊരു സിൽവർ ബട്ടൺ വേണ്ട ഇവിടെ തരാൻ. താൻ ചോദിച്ചത് സിൽവർ ബട്ടൺ അല്ലേ? തനിക്കിരിക്കട്ടെ ഒരു ഗോൾഡൻ ബട്ടൺ. ഗോൾഡൻ ബട്ടൺ ചമ്പിപ്പിക്കാൻ പറ്റുമോ? പിന്നെ അല്ല, സാർ ഇത് എവിടുന്ന ഗോൾഡൻ ബട്ടൺ ഒപ്പിച്ചേ? അയ്യോ, അത് എവിടുന്നല്ല, ഇവിടെ ഇരുന്നൊരു പഴയ ഇൻഡക്ഷൻ കുക്കർ ഇല്ലേ, അതിന് പെയിന്റ് അടിച്ചാണ് അവന് ഗോൾഡൻ ബട്ടൺ ആണെന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പൊ നമ്മള് കട്ടൻ എങ്ങനെ ഇടും? കട്ടന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അവനുള്ള ബട്ടനൊക്കെ ആയില്ലേ. അല്ലെങ്കിൽ അവൻ ഇവിടെ നിന്ന് കഴിഞ്ഞാലേ നമുക്ക് വട്ടാകും. കണ്ട, ഞാൻ പറഞ്ഞില്ലേ. നമുക്ക് യൂട്യൂബിന്റെ കഥകളിലേക്ക് തന്നെ പോവാം. ചാനലുള്ള കോടീശ്വരന്മാരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. കോടീശ്വരികളും ഓരോന്ന് പറയല്ലേ, ഇനി ഇൻകം ടാക്സ് വരും. അല്ല, ബട്ടൺസ് ഒക്കെ ഉണ്ടാവല്ലോ, ഇല്ലയോ? ആ ഉണ്ട്, 2 ബട്ടൺ ഉണ്ട്. ഏതൊക്കെയാണ്? ഗോൾഡനും ഉണ്ട്, സിൽവറും ഉണ്ട്. ബട്ടൺ അവിടെ നിന്ന് ശ്രീവിദ്യക്ക് എനിക്ക് 2 ബട്ടൺ, 2 സിൽവർ പ്ലേ ബട്ടൺ. രാഹുലും ഉണ്ടല്ലോ നിങ്ങളുടെ കുടുംബത്തിൽ. പിന്നെ 2 അതൊരു കുടുംബമല്ലേ? ചേട്ടാ ഉള്ള ബട്ടൺസ് പോട്ടാറ്. ചേച്ചി കമ്മിങ് ബാക്ക്, നമ്മുടെ സ്കിറ്റ് സൂപ്പർ. നല്ല ആശയമായിരുന്നു, നല്ല ആശയം. പിന്നെ ഇപ്പൊ എല്ലാവർക്കും ഈ യൂട്യൂബും ബട്ടൺസും ഇതൊക്കെ ഭയങ്കര ഒരു ഹരമല്ലേ? അതെ, നല്ലൊരു ആശയമാണ്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇപ്പൊ ഓഡിയൻസിന് വരെ അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റി. യുനോ, സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. നല്ല സൂപ്പർ. ഇനി നമുക്ക് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. ഓക്കെ, യാ. കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ദുരിതം താളത്തിൽ ഞാൻ 28,000 rupees ആണ് നേടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ശ്വേത ചേച്ചി ട്രാൻസ്ഫർ ചെയ്തോളൂ. അടുത്തവണ അടിപൊളി സ്കിറ്റ് ആയിട്ട് വരണം. ചിരിക്കാനുള്ള കുറെ സാധനങ്ങൾ വേണം.
പൈസ കുറെ വേണം. എന്തായാലും നമുക്ക് അടിച്ചു വിളിക്കാൻ പറ്റൂ. ഓക്കെ, ശരി, ഓൾ ദി വെരി ബെസ്റ്റ്. കോമഡി